പ്രിയപ്പെട്ടവരെ, ചിങ്ങക്കൂറിൽ ജനിച്ചവരെ വിജയത്തിലെത്തിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മകം, പൂരം, ഉത്രത്തിൽ കാല് ഇവ ചേർന്നതാണല്ലോ ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ഈ കൂറിൽപ്പെട്ട ഒരുപാട് പേർ വിജയതലങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ദൗർഭാഗ്യം കൊണ്ട് കുറെ പേർ ഇന്നും കഷ്ടതകളിലും യാതനകളിലും പെട്ട് ഉഴറി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിങ്ങക്കൂറുകാരെല്ലാം വിജയിച്ചു എന്നൊരർത്ഥം എടുക്കരുത്. പകുതി വഴിയിൽ എത്തിച്ചേർന്നവരുണ്ട്, ഒന്നും ആകാത്തവരുണ്ട്, എന്നാൽ നല്ല ടോപ്പ് ലെവലിൽ എത്തിച്ചേർന്നവരുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? ഇവരുടെ ഉള്ളിൽ അന്തർലീനമായ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇവർ ആ താക്കോലിനെ, ആ പാസ്വേഡിനെ കണ്ടെത്തണമെന്നുള്ളതാണ്. നമ്മൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ ബോധ്യം ഉണ്ടാവില്ല. നമുക്ക് ഇത്തരം കഴിവുകളുണ്ട്, ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് അറിയില്ലായിരിക്കാം. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി തരുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഇനി ഇതിലേക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം പോലെ അലയടിക്കുന്നത്. ഇവിടെ ചിങ്ങക്കൂറുകാരിൽ വിജയിച്ചിട്ടുള്ളവർ ഫോളോ ചെയ്തതും ഒപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അവർ വരുത്തിയ ചില മാറ്റങ്ങളും അവരെ എങ്ങനെ വിജയതലത്തിൽ എത്തിച്ചേർത്തു എന്നുള്ളതും നമുക്ക് ഈ 10 പോയിന്റുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തിനും നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾക്ക് തന്നെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്നതിനും സർവോപരി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയക്കുതിപ്പിനും കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിരാശപ്പെടാത്ത ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമുണ്ടാക്കാൻ ഈ വീഡിയോ കൊണ്ട് സാധിക്കുന്നതാണ്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ ഭട്ടം. അപ്പോൾ നമുക്ക് 10ാമത്തെ പോയിന്റിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമുക്ക് ഈ ഡിസെൻഡിങ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ 1ാമത്തെ പരമപ്രധാനമായ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു വീഡിയോ തീരുന്ന സമയത്ത് പറയുന്ന ഏതാനും വാക്കുകളുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തറച്ചിരിക്കും. അപ്പോൾ ആ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് 10 മുതൽ 1 വരെ ഞാൻ പറയും. എല്ലാ പോയിന്റുകളും വളരെ വാല്യുബിളാണ്. പക്ഷേ 1ാമത് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ആകെ കൂടിയൊരു പ്രകാശം പരത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയൊന്ന് ഫോളോ ചെയ്യാം. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സൗമ്യതയോടുകൂടി പരിഗണിക്കുന്ന രീതി എന്നുള്ളതാണ്. വിജയിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർ കാര്യങ്ങളിൽ എടുത്തുചാട്ടം കാണിക്കില്ല, അമിതമായ കോപം പ്രദർശിപ്പിക്കില്ല. ഒരു വിഷയമുണ്ടായാൽ തന്നെ അതിനെ ലാഘവത്വത്തോടുകൂടി സൗമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് പാനിക്കായിട്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ പത്തോ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊന്നും ഇവർക്ക് പറ്റുന്ന കാര്യമല്ല. ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഇത് എൻ്റെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്, എനിക്ക് ചിലപ്പോൾ ഇതിന്മേൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ ഈ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഗുണം ചെയ്യും, ഇങ്ങനെ 2 കാര്യങ്ങളായിരിക്കും ഇവർ ചിന്തിക്കുക. ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ അത് ഇടപെട്ട് അവർ നേരാമണ്ണം കൊണ്ടുപോകും. പക്ഷേ ഇതിനെ ഇവരെ സഹായിക്കുന്ന ഘടകം എന്താണ്? ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും തൻ്റെ സുസ്ഥിരമായിട്ടുള്ള ഭാവത്തെ വെടിയാതെ നിലനിൽക്കുക എന്നുള്ളത്, അതായത് പ്രകോപനങ്ങളിൽ പെട്ടുപോകാതിരിക്കുക എന്നുള്ളത്, ഇത് ഇവരുടെ വിജയത്തിൻ്റെ വലിയൊരു ആണിക്കല്ലായി ഭവിക്കുന്നതാണ്. 9ാമത്തെ കാര്യം പാരമ്പര്യങ്ങളെ കൈവിടാത്ത മനസ്സ് എന്നുള്ളതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പാരമ്പര്യവാദികളാണെന്ന് നമുക്കൊരിടത്തും പറയാൻ പറ്റില്ല. പക്ഷേ പാരമ്പര്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന് പറയാം. പുതുമകൾ തേടി പോകുന്നതിനോടൊപ്പം തന്നെ തൻ്റെ പാരമ്പര്യ വഴിയെ മറക്കാത്തവർ, അതായത് വേരുകളെ മറന്നു കളയാത്തവർ എന്നർത്ഥം. ഇവർ നന്ദിയുള്ളവരാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാര്യം പലരും കഴിഞ്ഞ കാല യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ച് പുതുതകളുടെ പിന്നാലെ പായുമ്പോൾ നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളെയും ഇവർക്ക് മുന്നേ കൂട്ടി തിരിച്ചറിയാൻ പറ്റും. പിൽക്കാലത്ത് നമ്മൾ വേറെന്തൊക്കെ നേടിക്കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമെന്നും ഇവർക്ക് മുന്നേ കൂട്ടി അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാതകളെ വിസ്മരിക്കാതെ ജീവിതത്തിൽ ഉടനീളം പാരമ്പര്യ സ്വാധീനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കും. 100% ഇവർ ഇതിൽ വിജയിച്ചു എന്ന് വരികയൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും തങ്ങളുടെ പഴയകാല നല്ല ജീവിതത്തെ വിസ്മരിക്കാത്തവരായിരിക്കും.
അതിനെ തള്ളിപ്പറയാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പൂർവികമായിട്ടുള്ള ആചാര്യന്മാർ, അവരുടെ പിതൃജനങ്ങൾ എപ്പോഴും അനുഗ്രഹിക്കുന്ന വ്യക്തികളുമായിരിക്കും. അവരുടെ ജീവിതത്തിലെ നന്മയായിട്ട് അത് നീളിക്കുന്നതുമാണ്. എട്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും മാനിക്കും എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, പല വ്യക്തികളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു വാക്ക് പറയാനുള്ള ഇടം പോലും ചിലർ തരില്ല. കാര്യം ഒരു റേഡിയോ പോലെ അവർ തുറന്നു വെച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചിങ്ങക്കൂറുകാർ അങ്ങനെയല്ല. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് പറയും, മറ്റുള്ളവരെ കേൾക്കും, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കും. തങ്ങൾക്ക് യോജിച്ച് പോകാവുന്ന കാര്യമാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോടൊപ്പം സഞ്ചരിക്കും. അങ്ങനെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ളവരോട് ചേർന്ന് സൗഹൃദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനും ഇവർക്ക് കഴിയും. അഭിപ്രായങ്ങളെ നിഷ്ഠൂരമായ വാക്കുകളോടുകൂടി നിന്ദിക്കാത്തവരാകയാൽ തന്നെ പലർക്കും പ്രിയതരമാകുന്ന വ്യക്തികളായിരിക്കും ഈ ചിങ്ങക്കൂറുകാർ. ഇവരുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും ഇവരുടെ ഈ പ്രത്യേകത തന്നെയായിരിക്കും. ഏഴാമത്തെ കാര്യം, സ്വപ്രയത്നത്താൽ ഉയരാനുള്ള കഴിവ് എന്നുള്ളതാണ്. നമ്മൾക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർ പരാതി പറയുന്നത്, എൻ്റെ കുടുംബ അന്തരീക്ഷം ശരിയായിരുന്നില്ല, എനിക്ക് പണമില്ലായിരുന്നു, എനിക്ക് ഭാഗ്യമില്ലായിരുന്നു, എനിക്ക് മറ്റുള്ളവർ ഇന്ന കാര്യങ്ങൾ നൽകിയില്ല, ഗവൺമെൻറ് എന്നെ സഹായിച്ചില്ല എന്നിങ്ങനെ 100,000 പരാതികൾ പറഞ്ഞ് നഷ്ടത്തിൻ്റെ പീഡികകളിൽ അന്തിയുറങ്ങുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ ചിങ്ങക്കൂറുകാർ അങ്ങനെയല്ല. തങ്ങൾക്ക് കിട്ടാത്ത സാഹചര്യങ്ങളെ ഇവർ തേടി കണ്ടുപിടിക്കും, കിട്ടാവുന്ന അവസരങ്ങളെ മുതലാക്കും. മാത്രമല്ല, പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ തീവ്രമായ വാശിയോടുകൂടി മുന്നോട്ട് പോയി തങ്ങൾക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കും. ഇവരെ നമ്മൾ പൊതുവിൽ കാണുന്നത് സ്വപ്രയത്നത്താൽ വളർന്ന് വികസിക്കുന്നവരാണ്. പലപ്പോഴും ഇവരുടെ വളർച്ച മറ്റുള്ളവരുടെ മുന്നിൽ പൊടുന്നനെയായിരിക്കില്ല. പടിപ്പടിയായിട്ടുള്ള ഒരു മേൽഗതിയാണ് ഇവർക്കുണ്ടായി വരുന്നത്. അല്ലാതെ കുറേ കാലം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു റോക്കറ്റ് വിട്ട പോലെ മുകളിലേക്ക് പോകുന്ന ഒരു രീതിയല്ല ഇവരുടേത്. ഇവരുടെ വളർച്ചയ്ക്ക് ഒരു താളക്രമം ഉണ്ടായിരിക്കും. അങ്ങനെ പടിപ്പടിയായിട്ട് വളർന്ന് പന്തലിക്കുന്ന ഒരു ജീവിതക്രമത്തിന് വേണ്ടിയിട്ട് ഇവർ നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇവരുടെ മേന്മ. ഇവരെ വിജയപീഠത്തിലേക്ക് എത്തിക്കുന്നതും ഇവരുടെ ഈ പ്രകൃതം തന്നെയായിരിക്കും. ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ വെറും ഒരു ചാനലല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നൽകുന്നുണ്ട്, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതി വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, നിത്യേനയുള്ള അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ വാട്സപ്പിലൂടെ സ്വായത്തമാക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ആറാമത്തെ കാര്യം, ശ്രദ്ധ കൂടുതൽ എന്നുള്ളതാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കുന്നവനാണ് ജ്ഞാനം കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അതായത് തങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലായിരിക്കും ഇവർ ശ്രദ്ധ പതിപ്പിക്കുക. ചില വ്യക്തികളുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കുറേ ഏരിയകളിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന കാര്യത്തെ വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് അറിവുണ്ട്, ഒരുപാട് കഴിവുണ്ട്, എല്ലാം നേടിയെടുത്തിട്ടും ഇവർ കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. പക്ഷേ ചിങ്ങക്കൂറുകാരാകട്ടെ ഒരു കാര്യത്തിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് മുന്നേറാൻ കഴിവുള്ളവരാണ്. ഇവർ മറ്റു ചുറ്റുപാടുകളിൽ ചുറ്റി തിരിഞ്ഞു പോയാൽ മറ്റുള്ള ആൾക്കാർക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടതുപോലെ ഇവർക്കും ഉണ്ടായി വരാം. പക്ഷേ ഇവരുടെ ജനറ്റിക്കില് ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവുണ്ട്. ഇവർ ഒന്ന് മനസ്സിരുത്തി അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, അതിനെ ഫോളോ ചെയ്യാൻ പറ്റും. ഇവിടെ വിജയിച്ച ആൾക്കാരെ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു മേഖലയിൽ ശ്രദ്ധ ഊന്നിയത് കൊണ്ടാണ് അവർ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ എന്ന കഴിവിനെ ഇനി മുതലെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അഞ്ചാമത്തെ കാര്യം, സ്വാർത്ഥ താല്പര്യം കുറവായിരിക്കും. ഈ സ്വാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് സ്വാർത്ഥത ഒരല്പം അത്യാവശ്യമാണ്. കാര്യം
എപ്പോഴും ഒരു തുറന്ന പുസ്തകം പോലെ ഒരാൾ കാണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം കയറി ഇയാളെ മുതലാക്കിയിട്ട് പോകും. ചില കാര്യങ്ങൾ തനിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഗുണകരമാണ്. എന്നാൽ ചിലർ തികഞ്ഞ സ്വാർത്ഥമതികളായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തി അവർ അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യും. മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യില്ല. മാത്രമല്ല സഹായിച്ചവരെ പോലും പാടെ തള്ളിക്കളയുന്ന മനോഭാവം ഉണ്ടാകും. പക്ഷേ ഇവിടെയാണ് ചിങ്ങക്കൂറുകാരുടെ പ്രത്യേകത. ഇവർ സ്വാർത്ഥമതികളല്ല. തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, നിറഞ്ഞ മനസ്സ്, അതും ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനസമ്മതി നേടിയെടുക്കാനും ഒപ്പം തന്നെ മറ്റുള്ളവർ ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇവരുടെ വിജയത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന അവസ്ഥയും ഇവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. വേറൊരു കാര്യം നെഗറ്റീവായി പറയാം, പലപ്പോഴും ഇവർക്കൊരു പെയിൻ ഉണ്ടായി വരും. ഇവർ പലരെയും സഹായിക്കുമെങ്കിലും ചില ഘട്ടങ്ങളിൽ സഹായിച്ച വ്യക്തികളുണ്ടല്ലോ, ഇവരെ കണ്ടില്ല എന്ന് നടിച്ചു കളയും. അത് ഇവർക്ക് കുറച്ച് വേദന ഉണ്ടാക്കും. പക്ഷെ ആ വേദനയുടെ അപ്പുറം ഇവർ ഈ പ്രശ്നത്തെ പെട്ടെന്ന് മറന്നു കളയും. ഒരു വാശിയോടെ തൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് വളരെ വലിയ കാര്യം. നാലാമത്തെ കാര്യം, കോപമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ശാന്തമാകും എന്നുള്ളതാണ്. മനുഷ്യനെന്നല്ല, ജീവിവർഗങ്ങളിലെല്ലാം തന്നെ ഒരു കോപം എന്നുള്ള അവസ്ഥ കാണാറുണ്ട്. അതായത് തൻ്റെ നില സംരക്ഷിക്കാൻ വേണ്ടി, തൻ്റെ ഇടത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് കോപത്തെ പല ജീവവർഗങ്ങളും പ്രയോജനപ്പെടുത്തും. അതുപോലെ മനുഷ്യരിലും കോപം പല രീതിയിൽ കാണപ്പെടും. അപ്പോൾ കോപമില്ലാത്തൊരു നക്ഷത്രം എന്ന് പറയുന്ന ഒന്നുമില്ല. ഈ ചിങ്ങക്കൂറുകാർക്കും കോപമുണ്ട്. പക്ഷേ ഈ കോപം എന്ന് പറയുന്നത് ആജീവനാന്തം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒന്നായിട്ട് ഇവർ കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കോപം ഉണ്ടായി വരികയാണെങ്കിൽ ചില സമയത്തിൽ കൈവിട്ടതുപോലെ ഇവർ ചില വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം. പക്ഷേ അതിലപ്പുറം പെട്ടെന്ന് തന്നെ ആ കോപത്തിൽ നിന്ന് പിന്മാറി രംഗം ശാന്തമാക്കാനും ഇവർക്ക് കഴിവുണ്ട്. അതായത് തങ്ങളായിട്ട് സൃഷ്ടിച്ച ഒരു അന്തരീക്ഷത്തെ അവർ തന്നെ കൂളാക്കിയെടുക്കുന്ന ഒരു മനോഭാവം. പക്ഷെ ഇതിൽ പലപ്പോഴും ചില വ്യക്തികളെങ്കിലും പിന്നോക്കം പോകും. അങ്ങനെയുള്ളവർക്ക് അശാന്തി കൂടുതലായിട്ട് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിവിടെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പല ഗുണങ്ങളും തൊട്ട് മുമ്പേ പറഞ്ഞതുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അധികം ശ്രദ്ധ വയ്ക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ പലതും നേടിയിട്ടും ഗുണകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. കോപം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അനാവശ്യ കാര്യങ്ങളിൽ കോപിക്കാതിരിക്കുക എന്നുള്ളതും ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. ഇതും കൂട്ടത്തിൽ പഠിച്ചു വച്ചേക്കുക. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയും. എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു സഹായമാണ്. അത് ഞാൻ ചെയ്തു തരികയും ചെയ്യും. പക്ഷെ ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് എല്ലാവരുടെയും ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരുടെ ആയിപ്പോവില്ലേ. പക്ഷേ ഇത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കാനും കഴിയും. അതായത് ഒരു മാസം വരെയായിരിക്കും നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുക. പക്ഷെ കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് തരും. ഞാനത് ഉൾപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും അതുകൂടി ചെയ്തോളൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാകുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൂടി ഈ കൂട്ടത്തിൽ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ എതിർ പ്രവർത്തനങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ ഏതാണ്ട് ചുറ്റുപാടുകളിൽ നമുക്ക് വേണ്ടുന്ന ശത്രുക്കളും ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രകൃതിയുടെ നിയമം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നന്മ പിടിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, നമ്മൾ സത്യസന്ധമായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നാലും ചില വ്യക്തികൾ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. ഫലമുള്ള മാവിന് കല്ലേറുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് ഒരു ശത്രുവും ഇല്ല എന്ന് കരുതുന്ന ഒരു വിഡ്ഢിയാൻ എന്ന് ഞാൻ പറയുന്നത് അത് വിഡ്ഢിത്തം തന്നെയാണ്. ഏതെങ്കിലും പടുകുഴിയിൽ ചെന്ന് വീഴുക തന്നെ ചെയ്യും. ഇവിടെ ചിങ്ങക്കൂറുകാരുടെ ഏറ്റവും വലിയ ഗുണം, തങ്ങളുടെ എതിർ ശബ്ദങ്ങളെ ഇവർ പെട്ടെന്ന് മനസ്സിലാക്കും. ആ വ്യക്തി എനിക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്, ആ വ്യക്തിയുടെ പെരുമാറ്റം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ ഗൗരവപൂർവ്വം മനസ്സിലാക്കും. ചിലപ്പോൾ ഇത് പെട്ടെന്ന് ആ വ്യക്തിയെടുത്ത് അയാൾ തുറന്ന് പറയില്ല. പക്ഷേ ഒരു നിരീക്ഷണ പാടവത്തോടു കൂടി അതിനെ മനസ്സിലാക്കുകയും അയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വന്നേക്കാവുന്ന നെഗറ്റീവുകളെ കണ്ടെത്തുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ നിരീക്ഷണ പാടവം ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ
പാവപ്പെട്ട ചിലർ തെറ്റിദ്ധരിക്കാൻ ഇതിന് കാരണം ഉണ്ടായി വരും. അത് നമ്മുടെ ഒരു നിരീക്ഷണ പാഠവത്തിൽ നമ്മളൊരു സംശുദ്ധീകരണം നടത്തി കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റിയെടുക്കാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇത് ശത്രുക്കളുടെ ചതിയിൽ ചെന്നപ്പെടാതെ നിങ്ങളെ കരകയറ്റിക്കൊണ്ടുവരാൻ ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യമായിരിക്കും. രണ്ടാമത്തെ കാര്യം, വേദനിക്കുന്നവരോട് കരുണ കാട്ടും. ഈ ലോകത്ത് കരുണ വറ്റിപ്പോയി എന്നാണ് പൊതുവിലെ എല്ലാവരും പറയാറുള്ളത്. പക്ഷെ അങ്ങനെ കരുണ പറ്റിയ ലോകമൊന്നുമല്ല. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ഒരുപാട് സഹായഹസ്തം നീട്ടുന്നവരുടെയും ലോകമാണ് ഇത്. പക്ഷേ നമ്മൾ ചില സമയത്ത് അത്തരം ആൾക്കാരുടെ മുന്നിൽ ചെന്ന് പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചിങ്ങക്കൂറുകാരിൽപ്പെട്ട പലരും ഇത്തരത്തിൽപ്പെട്ടതാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ കുട്ടിക്കാലത്തോ ഇടക്കാലത്തോ എപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേദനിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ ഇവർക്കറിയാം. അവർ ആ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അശരണരായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിനെ കാണാതെ നടന്നു പോകാൻ ഇവർക്ക് കഴിയുകയില്ല. ചില സമയത്തിൽ ഇങ്ങനെ ആൾക്കാരെ സഹായിച്ച് ഇതിൽ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകാറുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക എന്നുള്ളതേ ഞാനിവിടെ പറയുന്നുള്ളൂ. കഴിയാത്ത ചില ബാധ്യതകളെടുത്ത് ചുമലിൽ വെച്ചാൽ നമ്മൾ പെട്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെയല്ല, നമ്മുടെ നിലനിൽപ്പ് നോക്കണം, ഒപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയും നമ്മൾ കാണിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ ദൈവം എന്നും കടാക്ഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ചിങ്ങക്കൂറുകാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ ഗുണം കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഒന്നാമത്തതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ ഇത്രയും കേട്ട് കഴിഞ്ഞ ശേഷവും ഈ പറഞ്ഞത് പലതും ഉണ്ട്, പക്ഷെ എൻ്റെ ജീവിതം ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല, ഞാൻ പരിശ്രമിച്ചെടുത്തൊന്നും എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. ഏതൊരു കൂറിലും ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂറുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? കുറച്ച് വൈകിട്ടാണെങ്കിലും കാര്യങ്ങളെ തങ്ങളുടെ വരുതിക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം ഇപ്പോഴും കുറച്ച് പ്രയാസങ്ങൾ, ചില തെറ്റുകൾ, ചില പിഴകൾ അതൊക്കെ ഇവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർ ഒരു തിരിഞ്ഞ നടത്തം നടക്കും. തങ്ങളുടെ തെറ്റുകളെയും പാളിച്ചകളെയും മറികടന്നുകൊണ്ടുള്ളൊരു യാത്ര. അത് ജീവിതത്തിൽ ചിലപ്പോൾ ചിലർക്ക് 29കളിൽ സംഭവിക്കും, ചിലർക്ക് 39കളിൽ സംഭവിക്കും, ചിലർക്ക് 50-നും 55-നും ഇടയ്ക്ക് സംഭവിക്കും. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് സംഭവിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾക്കും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായി വരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ 9 പോയിന്റുകളും നിങ്ങളുടെ ലൈഫിൽ വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പുരോഗതി കിട്ടും? നമ്മൾ ചില പാഠങ്ങളെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ജീവിതം യഥാവഴിയിലേക്ക് സഞ്ചരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു മാർഗം, ഒരു ലക്ഷ്യബോധം ഞാൻ കാട്ടി തന്നിട്ടുണ്ട്. അത് എൻ്റെ വാക്കുകളല്ല, ഇത് നിങ്ങളിൽ അന്തർലീനമായ കാര്യമാണ്. ഇതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ, പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.